ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ്. എന്താവുമെന്നൊന്നും അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ. എന്തായാലും നമ്മൾ 2-3 ദിവസത്തേക്ക് ലൈവും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അപ്പം ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ്. ഗൈസ്, നമ്മൾ രാവിലെ തന്നെ നൈസായിട്ട് ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷൂട്ടിന് വേണ്ടി നമ്മൾ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ആ ഒരു പോകുന്ന വഴിക്കിലുള്ള എന്താ പറയുക, പോകുന്ന വഴിയിലുള്ള ഇപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്തതാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ. ഓക്കെ. ഗൈസ്, എന്തായാലും നമ്മൾ നേരെ നമുക്ക് പോകേണ്ടത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഇങ്ങനെ സ്കൂട്ടിയിലാണ് പോകുന്നത്. പോയി നമ്മളങ്ങനെ ഒരു റെയിൽവേ ക്രോസിൻ്റെ അവിടെ എത്തി. കുറച്ച് നേരം അവിടെ നമ്മൾ പോസ്റ്റായി നിന്നു. അതിനുശേഷം ട്രെയിൻ വന്നു. ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനൊക്കെ അങ്ങനെ പോയതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് ഗൈസ്. ഗൈസ്, എന്തായാലും അങ്ങനെ അവസാനം നമ്മളങ്ങനെ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഇവിടെയും കാലിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ പോസ്റ്ററും കാലിലൊക്കെ ഉണ്ട്. ആദ്യം എനിക്ക് വന്നപ്പോൾ മനസ്സിലായില്ല, ബാക്കി എന്താ വെച്ചാൽ ഞാൻ പിന്നെ പറയാം. ഇതാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് കേട്ടോ. നമ്മളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി കിടക്കുന്ന അവിടെ പാർക്കും കാലിലൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, റീൽസൊക്കെ കാണുന്നതല്ലേ. നമ്മൾ ബീച്ചിൽ വന്നപ്പോൾ തന്നെ അവിടെ കുറേ പേര് വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചൊക്കെ നോക്കി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് വണ്ടി എടുത്ത് നമ്മൾ കുറച്ച് നേരെ മുമ്പോട്ടേക്ക് പോയി. അവിടെയാണ് നമ്മുടെ ലൊക്കേഷനിൽ വരാൻ പറഞ്ഞ 2-3 പേര് വരുന്നത്. നോക്കുവാണെങ്കിൽ വലക്കാരൊക്കെ അവിടെ നിന്ന് മീനോ എന്തൊക്കെയൊക്കെ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയി. ഇതാണ് ഞാൻ ഗൈസ്. ഗൈസ്, അതിന് തൊട്ട് ബാക്കിൽ തന്നെ അവിടെ ഒരു എന്താ പറയുക, ആകാശത്തൊട്ടിലോ അങ്ങനെ എന്തൊക്കെയൊക്കെ സാധനമൊക്കെ കാണുന്നുണ്ട്. സംഭവം ഞാൻ അറിഞ്ഞുകൂടാ. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞത് അത്. നോക്കുവാണെങ്കിൽ അവിടെ എന്താ പറയുക, കുറേ കുഞ്ഞു തോണിയൊക്കെ ഉണ്ട്. ഗൈസൊക്കെ അവർ മീൻ പിടിക്കുന്നതെന്ന് തോന്നുന്നു. കുറേ പേര് മീൻ പിടിക്കുന്നു, കുറേ പേര് മീൻ പിടിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ എന്തൊക്കെ പരിപാടിയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് നോക്കുവാണെങ്കിൽ അവിടെയാണ് കുറേ ചേട്ടന്മാരൊക്കെ കൂടി ഐസൊക്കെ ക്രിക്കറ്റും കാലിലൊക്കെ കളിക്കുന്നുണ്ട്. ഐസൊക്കെ ഒരു സ്ഥലത്ത് മീൻ പിടുത്തം, ഒരു സ്ഥലത്ത് എൻജോയ്മെൻറ്റ്. ഏതാ. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വരാനുള്ള പുള്ളി വന്നപ്പോൾ ആ പുള്ളിയുടെ വണ്ടി കയറി നമ്മൾ നേരെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാനാണ് ഐസൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ കൂടെ ചെന്നതെന്ന് മാത്രം അറിയാലോ. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഫൈനലി ഷൂട്ടും കാലിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസൊക്കെ. ആ ഒരു വണ്ടിക്കകത്തുള്ള 2 പേരായിട്ടാണ് നമ്മൾ വീഡിയോയും കാലിലൊക്കെ എടുക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഗൈസൊക്കെ നമ്മുടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഏപ്രിൽ 21 വരെ ഉണ്ട് ഗൈസൊക്കെ. എന്തായാലും പോകുന്നവരൊക്കെ പോവുക ഗൈസ്. എന്നാലും നമ്മളങ്ങനെ ഫൈനലി നമുക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് ഒന്നും വന്നില്ല ഗൈസ്. രാവിലെ തന്നെ പോയതുകൊണ്ട് അതിൻ്റെ താരമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ട് അങ്ങ് ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് ഗൈസൊക്കെ. ഇതിൻ്റെ അകത്ത് ഇവിടെ എന്തൊക്കെയൊക്കെ പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, എന്നെ കാണിച്ച സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ആകാശത്തൊട്ടിൽ ഇതൊക്കെ കാണിച്ചില്ലേ, അതൊക്കെയാണ് അങ്ങോട്ടേക്കുള്ള. വൈകുന്നേരം വന്നു കഴിഞ്ഞാലാണ് സംഭവങ്ങളൊക്കെ എൻജോയ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് പൂക്കളും ചെടികളും അങ്ങനത്തെയൊക്കെ സംഭവമൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തുനിന്നാണ് കുറച്ച് ചെറിയ രീതിയിലുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഗൈസ് നമ്മളങ്ങനെ ഇവിടെ നിന്ന് പതിയെ അങ്ങ് പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇത് എന്തൊക്കെ ചെടികളാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അമ്മേനോടൊക്കെ ചോദിച്ചെങ്കിൽ അമ്മ പിന്നെയും പറഞ്ഞേനെ ഗൈസ്. ഞാൻ തൽക്കാലത്ത് കണ്ട രസത്തിൽ ഇത് റോസാണെന്ന് മാത്രമേ എനിക്കറിയാം. ബാക്കിയുള്ള ചെടികൾ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും കാണാൻ എന്തായാലും രസമുള്ളതുകൊണ്ട് 2 വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്ന് അമ്മേനെ കാണിക്കാൻ നല്ല രീതിയിൽ. പിന്നെ എന്തായാലും ഞാൻ ചിലപ്പോൾ ഇത് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്ത മെമ്പേഴ്സിന് കാണുന്ന രീതിയിലായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. ചിലപ്പോൾ മാത്രമേ പബ്ലിക് ആകാനുള്ള ചാൻസ് ഉള്ളൂ. അതാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. പിന്നെ എനിക്ക് ഇതേപോലെ ഒന്നും എടുത്ത് ശീലമില്ല, അറിയാമല്ലോ. ഗൈസ്, അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റുള്ള അവിടെയാണ് മറ്റേ ആകാശത്തോട്ടിൽ ഇതൊക്കെ വരുന്നത്. അവിടെയാണ് വൈകുന്നേരം എല്ലാം പരിപാടിക്കൊക്കെ ഉണ്ട്. എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുക. പിന്നെ ആ ഒരു വർക്ക് കഴിഞ്ഞ് നേരെ ആ ഒരു ചേട്ടനെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ തലശ്ശേരി കോട്ടയുടെ പുറകിലുള്ള മറ്റേ നമ്മുടെ ഒരു പള്ളീൻ്റെ അവിടെ വന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയ എന്തെല്ലാം ഷൂട്ട് ചെയ്തു ഗൈസ്. അതിനുശേഷം നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോയി ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മുടെ പള്ളിയുടെ പുറകിലുള്ള ആ ഒരു വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നേരെ നമ്മൾ തലശ്ശേരി നമ്മുടെ ഹാർബറിൻ്റെ അവിടെ വന്നു ഗൈസൊക്കെ. ഹാർബറിൻ്റെ ഇവിടെ വന്നിട്ട് ഗൈസൊക്കെ പോകുന്ന അവിടെ എന്തെല്ലാം സൂട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു തോണിയിലൊക്കെ കയറിയിട്ട് വേണം നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടി കേട്ടോ. വേറെ ഒരു കപ്പൽ പോലത്തെ സംഭവം, അങ്ങോട്ടേക്ക് പോയിട്ട് വേണം വീഡിയോയും കാലിലൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസൊക്കെ. ആദ്യമായിട്ട് ഞാൻ ഒരു ചെറിയ തോണീൻ്റെ അകത്ത് കയറി പോവാം കേട്ടോ. അഥവാ വീണ് കഴിഞ്ഞാൽ നീന്താൻ പോലും നേരെ അറിയാത്ത ഞാനാണ് തോണി കയറി പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നമ്മളങ്ങനെ എത്താനായിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ചെറിയ തോണിയിൽ നിന്ന് വലിയ തോണിയിലേക്ക് കയറിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടം വരെ ആക്കിയ പുള്ളിയാണെങ്കിൽ നൈസായിട്ട് വണ്ടി എടുത്ത് പോയി കേട്ടോ. വണ്ടി മീൻസ് ആ കുഞ്ഞു തോണി എടുത്തിട്ട് നമ്മളെ ഇവിടെ നൈസായിട്ട് ആക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി തിരിച്ച് വരുമോ എന്തോ. എന്തായാലും അങ്ങനെ ഫൈനലി കുറച്ച് നേരത്തെ ഇവിടെ എന്തൊക്കെയൊക്കെ ചെറിയ തോതിൽ ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇനി അങ്ങ് പോവുകയാണ് ഗൈസ്. ഓക്കെ, അറിയാമല്ലോ ഒടുക്കത്തെ വെയിലാണ് ഗൈസൊക്കെ. എന്തായാലും
എന്തായാലും ഇനി പെട്ടെന്ന് തന്നെ വീടൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കണം. സോ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു തോണിൻ്റെ അത് ക്യാപ്റ്റനായിട്ട് കൈസ് കൊക്കുകളാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൊക്കാണ് മൊത്തത്തിലുള്ള. പിന്നെയാണ് മറ്റേ പുള്ളിയാണ് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നപ്പോഴാണ് വേറെ ഇവിടെ നിന്നൊക്കെ മീനൊക്കെ പിടിച്ച് മീനും ഞണ്ടൊക്കെ ആയിട്ടൊക്കെയാണ് വന്നത് ഗൈസൊക്കെ. അപ്പുറത്തെ തോണിയിലേറ്റം പോയിട്ട് ഇതൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ഗൈസ് അതിന് ശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഗൈസൊക്കെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. സോ അവിടെ നിന്നാണെങ്കിൽ എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ നേരെ ഹോട്ടലിനകത്ത് കയറി ബിരിയാണി കാലിലൊക്കെ ഓർഡർ ചെയ്തു. ഫൈനലി ബിരിയാണി വന്നു, ബിരിയാണി കഴിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ വീണ്ടും തിരിച്ച് വേറെ എവിടേക്കൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയ ഷൂട്ടും കാലൊക്കെ ഇങ്ങനെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചേട്ടൻ എന്തോ സംഭവം തിരിച്ചു കൊടുക്കാൻ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് അതിന് ശേഷമാണ് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോയത്? നേരെ നമ്മൾ സിനിമയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സാധനം ഗൈസ് എന്നാലും നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ലിബർട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഗൈസൊക്കെ ലിബർട്ടീൻ്റെ അന്നാണ് സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. സോ ഏത് സിനിമയാണ് നമ്മൾ കാണുന്നത് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക, ചാനലിൽ കമൻറ്റ് ഇടുക. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സിനിമ പുതിയതായിട്ടൊക്കെ ഇറങ്ങിയത് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തായാലും അടുത്തൊരു വ്ലോഗ് ഇനി വരുവാണെങ്കിൽ എല്ലാവരും കാണുക. നോട്ടിഫിക്കേഷൻ വല്ലതൊക്കെ ഓൺ ആക്കി ഇടട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ബൈ ഗൈസ്.